Good morning, students. We are going to study the lesson Ayyangali, written by M. Nisar and Meena Kandaswamy. അയ്യങ്കാളിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Ayyangali, a major figure in Kerala Renaissance, was born in Venganur, Thiruvananthapuram. His parents named him Kali, to which later the paternal name Ayyan was attached. അപ്പോൾ അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂർ എന്നുള്ള സ്ഥലത്താണ്, തിരുവനന്തപുരത്ത്. അദ്ദേഹത്തെ കാളി എന്നായിരുന്നു പേരിട്ടിരുന്നത്. പിന്നീട് പെറ്റേണൽ നെയിം അതിൻ്റെ കൂടെ ചേർത്തു, പിതാവിൻ്റെ പേര് അതിൻ്റെ കൂടെ ചേർത്തു, അയ്യൻ അറ്റാച്ച് ചെയ്തു, അതിൻ്റെ കൂടെ ചേർത്തു. അപ്പോൾ അയ്യങ്കാളി. ലേറ്റർ ഓൺ he became Mahatma Ayyangali, the revolutionary leader of the Dalits of Kerala. കേരളത്തിലെ ദളിതരായിട്ടുള്ള ആൾക്കാരുടെ ലീഡറായിട്ട് അറിയപ്പെട്ടു. അപ്പം അയ്യങ്കാളി കേരള നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാനിയായിരുന്നു. തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കാളി എന്നാണ് പേരിട്ടത്. പിന്നെ പിതാവിൻ്റെ പേര് അയ്യൻ അതിനോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ അയ്യങ്കാളി എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കേരളത്തിലെ ദളിതരുടെ വലിയ ലീഡറായിരുന്നു അദ്ദേഹം. പിന്നീട് മഹാത്മാ അയ്യങ്കാളി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. He was born into a marginalized caste and his parents were agricultural laborers. The agrarian and social systems during those times were feudal in nature, with a landlord or janmi owning large acres of land where landless people toiled and struggled to make ends meet. But the family of Ayyangali had slightly better living conditions as their landlord had given them some land as their own. അപ്പം അയ്യങ്കാളി ജനിച്ച് വളർന്ന ആ സമയത്ത് അവിടെ ജന്മിത്വം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ടവന് അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവന് എപ്പോഴും ജന്മികളുടെ അടിമകളായിട്ട് തന്നെ ജീവിക്കേണ്ടിയിരുന്നു. അവർക്ക് അവരുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. കാരണം അവർക്ക് പൈസയില്ല, അവർക്ക് സ്ഥലമില്ല, വീടില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് അയ്യങ്കാളിയുടെ ജനനവും ജീവിതവും. എന്നുവെച്ചാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജാതി, അവർ മാർജിനലൈസ് ചെയ്യുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിക്കാർ പിറന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കൃഷിപ്പണിക്കാരായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഫ്യൂഡൽ സിസ്റ്റമാണ് നിലവിലുണ്ടായിരുന്നത്. ഭൂമിയെല്ലാം ജന്മിമാർ കൈയടക്കി വെച്ചിരിക്കുമായിരുന്നു. അതായിരുന്നു പ്രശ്നം. ഇവർക്കാർക്കും ഭൂമിയില്ല, എല്ലാ ഭൂമിയുള്ളത് ജന്മിമാരുടെ കയ്യിലാണ്. ഭൂമിയില്ലാത്തവർ ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിരുന്നു. അയ്യങ്കാളിയുടെ കുടുംബത്തിന് അവരുടെ ജന്മി അല്പം ഭൂമി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുവിധം മെച്ചപ്പെട്ട നിലയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അയ്യങ്കാളി ജനിച്ചു വളർന്ന സമയത്ത് ആളുകളെല്ലാവരും ബുദ്ധിമുട്ടിയിരുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർ. അവർക്ക് സ്ഥലമില്ല, അവർക്ക് പൈസയില്ല, ജീവിക്കാൻ വരുമാനമില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് അയ്യങ്കാളിയുടെ ചെറുപ്പം ഉണ്ടായിരുന്നത്. അയ്യങ്കാളി ലിറ്ററലി ഫൗട്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ ദളിത് പീപ്പിൾ. ഹിസ് റിനൗണ്ട് വില്ലുവണ്ടി യാത്ര, which took place in 1893, was a one-man uprisal against the injustices that his people had to deal with. Even though the public roads were legally open to Dalits, the brutal physical attack by the upper caste Hindus deterred them. Ayyangali dared the upper caste and rode along the prohibited roads in a Villuvandi. Ayyangali questioned the practices and customs which marginalized and ostracized the Dalits. Dalits were denied almost all fundamental rights at that time. ആ സമയത്ത് അയ്യങ്കാളിയുടെ സമയത്ത് റോഡിൽ കൂടി ഒരു കാളവണ്ടി, വില്ലുവണ്ടി യാത്ര എന്ന് വെച്ചാൽ പറയുന്ന അന്ന് കാളവണ്ടിയായിരുന്നു. കാളവണ്ടിയിൽ പോകാനായിട്ട് ഈ സാധാരണ മനുഷ്യർക്കൊന്നും പറ്റില്ല. അവിടെ അപ്പർ കാസ്റ്റ്, വലിയ ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെ പോയിക്കൂടായിരുന്നു. ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി വീരോടെ പൊരുതി. ആ സമയത്ത് വില്ലുവണ്ടി യാത്രയിൽ ദളിതർക്ക് അനുവദനീയമല്ലായിരുന്നു. അപ്പം അതിനെതിരായിട്ട് അയ്യങ്കാളി പ്രതികരിച്ചു.
എന്നിട്ട് അദ്ദേഹം സ്വയം വില്ലുവണ്ടി യാത്ര നടത്തി. അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തി ദളിതർ അനുഭവിക്കുന്ന അനീതികൾക്കെതിരെ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ വില്ലുവണ്ടി യാത്ര നടത്തി. പൊതുവഴികളിൽ നടക്കാൻ ദളിതർക്ക് അനുവാദം ഉണ്ടായിരുന്നെങ്കിലും ഉയർന്ന ജാതിക്കാരുടെ ആക്രമണം ഭയന്ന് പല ദളിതരും പൊതുനിരത്തുകൾ ഉപയോഗിച്ചിരുന്നില്ല. അപ്പം പൊതുനിരത്തിൽ കൂടെ പോലും നടക്കാനായിട്ട് അവർക്ക് അനുവാദമില്ല, ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് അനുവാദമില്ല. അങ്ങനെ എപ്പോഴും ദളിതരെ അല്ലെ താഴ്ന്ന ജാതിക്കാരെ മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഈ വില്ലുവണ്ടി എന്ന് വെച്ചാൽ മണികളൊക്കെ കെട്ടിത്തൂക്കിയ ഒരു കാളവണ്ടിയാണ് നമ്മൾ വില്ലുവണ്ടി എന്ന് പറയുന്നത്. ഉയർന്ന ജാതിക്കാർ മാത്രമേ അത് ഉപയോഗിച്ചിരുന്നുള്ളൂ. ദളിതരെ പാർശ്വവൽക്കരിക്കുന്നതും അന്യവൽക്കരിക്കുന്നതും എന്നിട്ട് അയ്യങ്കാളി ചോദ്യം ചെയ്തു. ആ സമയത്ത് ഇങ്ങനെ എന്താണ് ദളിതരോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിൽ അയ്യങ്കാളി ഇവരെല്ലാം ചോദ്യം ചെയ്തു. അയ്യങ്കാളി ഫൗട്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ ദളിറ്റ്സ് എന്ന് പറയാം നമുക്ക്. ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. ഹിസ് വില്ലുവണ്ടി യാത്ര ഓഫ് 1893 വാസ് ആൻ അപ്രൈസിങ് എഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസസ് ദ ദളിത് സഫേർഡ്. ദളിതർ അനുഭവിച്ചിരുന്ന ഇൻജസ്റ്റിസ്, അന്യായം, അതിന് എതിരായിട്ടാണ് 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. Although the public roads were open to the Dalits, the brutal attacks by the upper caste Hindus prevented them from using them. പൊതുനിരത്തുകൾ അത് നല്ല ജാതിക്കാർക്ക്, ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് അവർ വെച്ചിരുന്നു. താഴ്ന്ന ജാതിക്കാർ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ എതിരായിട്ട് അയ്യങ്കാളി പ്രതികരിച്ചിരുന്നു. Often Ayangali was faced with physical confrontation from the part of caste Hindus, to which he responded in the same way. He established Sadhu Jana Paribalana Sangam (SJPS) Sadhu Jana Paribalana Sangam to bring about solidarity among Sadhu Janam or servile people and uplift about solidarity among Sadhu Janam or servile people and uplift their material conditions. Ayangali was inspired by fellow reformists like അയ്യാവു സ്വാമികൾ ആൻഡ് ശ്രീനാരായണ ഗുരു. അപ്പം ആ സമയത്ത് ഇവരെ എല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, ദളിതരെ ഒന്ന് ഉയർത്തണം. അതിന് വേണ്ടിയിട്ട് ഒരു സംഘമുണ്ടാക്കി. അതിനാൽ സാധു ജന പരിപാലന സംഘം, അതിന് SJPS എന്ന് ഷോർട്ട് ഫോം. ആ സമയത്ത് ശ്രീനാരായണ ഗുരുവും അയ്യാവു സ്വാമികളും അയ്യങ്കാളിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഈവൻ ദോ ഹി വാസ് ഇല്ലിറ്ററേറ്റ്, ഹി ഫൗട്ട് ഫോർ ദ കോസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസസ്. അയ്യങ്കാളിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ എന്നാലും അയ്യങ്കാളി വിദ്യാഭ്യാസം ദളിതർക്കും ആവശ്യമുണ്ട്, ഞങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് വേണ്ടി വാദിച്ചിരുന്നു. അയ്യങ്കാളി എൻറോൾഡ് ദ ദളിത് സ്റ്റുഡൻറ്റ് പഞ്ചമി ഇൻ എ സ്കൂൾ ഓഫ് ഓറൂട്ടാമ്പലം to the irk of the upper caste Hindus who set the school on fire. ഒരു ദിവസം എന്തായി, ഒരു ദളിത് സ്റ്റുഡൻറ്റിനെ പഞ്ചമിയെ സ്കൂളിൽ ചേർത്തു. അപ്പോൾ അവർ ഈ അപ്പർ കാസ്റ്റുകാർ ആ സ്കൂളിന് തന്നെ തീ വെച്ച് സ്കൂൾ തന്നെ തീ വെച്ച് നശിപ്പിച്ചു. The violence that ensued prompted അയ്യങ്കാളി to declare the first ever strike of agricultural labourers. അപ്പോൾ എന്തായി, അയ്യങ്കാളി ഉള്ള ഈ കൃഷിക്കാരോടൊക്കെ പറഞ്ഞു നമുക്കിതിനെതിരായിട്ട് പ്രതികരിക്കണം എന്ന് പറഞ്ഞിരുന്നു. The government had to intervene and had the schooling restrictions removed when the prolonged strike began to affect the agrarian sector. അപ്പോൾ അഗ്രികൾച്ചറിൽ, കൃഷിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഗവൺമെൻറ് തന്നെ ഇടപെട്ട് ഇവർക്ക് സ്കൂളിൽ പോകാനുള്ള അവകാശം കൊടുത്തു. അപ്പം അയ്യങ്കാളി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയത്, ഒന്ന് വില്ലുവണ്ടിയിലുള്ള യാത്ര, അത് ദളിതർക്ക് അനുവദനീയമല്ലായിരുന്നു. ദളിതർക്ക് അതിലൂടെ പോകാനുള്ള അനുവാദമില്ലായിരുന്നു. പക്ഷേ അയ്യങ്കാളി സ്വന്തമായിട്ട് തന്നെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അതിനെതിരെ പ്രതികരിച്ചു. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇവർക്ക് പ്രവേശനമില്ലായിരുന്നു. പക്ഷെ ഒരു കുട്ടി അയ്യങ്കാളി സ്കൂളിൽ ചേർത്തു. അപ്പോൾ അപ്പർ കാസ്റ്റിന്, വലിയ ജാതിക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ സ്കൂളിന് തന്നെ തീ വെച്ചു. അപ്പോൾ എന്തായി, അയ്യങ്കാളി പറഞ്ഞു നമ്മൾക്ക് കൃഷിക്കാർക്ക് എല്ലാവർക്കും പണി മുടക്കാമെന്ന്. പണി മുടക്കിയപ്പോഴേക്കും ഗവൺമെൻറ് ഇടപെട്ടിട്ട് അത് സോൾവ് ചെയ്ത പ്രോബ്ലം. ഇവരെ സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് അനുവദിക്കണമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഉയർന്ന ജാതിക്കാർ പലപ്പോഴും അയ്യങ്കാളിയെ ആക്രമിച്ചിട്ടുണ്ട്.
അപ്പം അയ്യങ്കാളി ആ സമയത്തൊക്കെ അവരെ തിരിച്ചടിക്ക് വരും. 1907 അദ്ദേഹം സാധുജന പരിപാലന സംഘം SJPS സ്ഥാപിച്ചു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയാളന്മാരെ ഒരുമിപ്പിക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായിരുന്നു ഇത്. ഈ താഴ്ന്ന ജാതിക്കാരെല്ലാം ഒരുമിപ്പിക്കുക, ഒറ്റക്കെട്ടായിട്ട് നിർത്തുക, എന്നിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അയ്യങ്കാളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു? അയ്യാവഴി സ്വാമികളും ശ്രീനാരായണ ഗുരുവും. അവർ രണ്ടുപേരും അയ്യങ്കാളിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇവരുടെ ഈ അപ്പർ കാസ്റ്റുകാരുടെ, വലിയ ജാതിക്കാരുടെ, ഉയർന്ന ജാതിക്കാരുടെ പ്രശ്നങ്ങൾക്കൊക്കെ എതിരിടാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് ലെസൺ കണ്ടിന്യൂ ചെയ്യാം.